നബി, മുഹമ്മദ് നബിയുടെ മകള് ഫാത്തിമ, ഫാത്തിമയുടെ മകൻ ഹസൻ ഹുസൈൻ. യമനിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ആളുകളെ കുറിച്ച്. അപ്പൊ പായ്ക്കപ്പലില് ആ പായ നിവർത്തി കെട്ടുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഷെയ്ഖിന്റെ അവിടുത്തെ ചെമ്പ് പോലെയൊന്നും കബീലകളാണ്, കബീലകൾ, ഗോത്രങ്ങൾ. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ, അദ്ദേഹം ജിഫ്രി. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി അധ്യാപകനും എഴുത്തുകാരനും ചരിത്രകാരനും ഒക്കെയായ അഷ്റഫ് കടക്കലാണ്. ഇതെന്താ സർ ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് അറബിയില്? ആ, ഇതെന്റെ ലൈബ്രറിയാണ്, വീട്ടിലെ എൻ്റെ മുകളിലത്തെ നില ലൈബ്രറിയാണ്. അപ്പോൾ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്നാണ്. ദൈവം എല്ലാത്തിനും പോന്നവനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അർത്ഥം. ഖുർആനിലെ ഒരു വചനമാണ്. ഉം. അതിന്റെ മേലെ വേറെ ആളില്ല ഇല്ല, എല്ലാത്തിനും. അതില് അത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അത് ലൈബ്രറിയിൽ അവിടെ അങ്ങനെ അത് ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം അത് കൊള്ളാമെന്ന് തോന്നി, അങ്ങനെ ഞാൻ അതവിടെ എടുത്തു വെച്ചതാണ്. അപ്പൊ യമനിൽ നിന്ന് വന്ന മലയാളികള് കേരളത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ടോ? ഗവേഷകർ, അത് പ്രത്യേകിച്ചും ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ സർവകലാശാലകളിലൊക്കെ ഗവേഷണം ചെയ്യുന്ന ഒരുപാട് സ്കോളേഴ്സ്, അത് മാത്രമല്ല വിദേശികളായ സ്കോളേഴ്സും വളരെ കാലങ്ങളായിട്ട് ഈ വിഷയം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എം ഐ ടിയിലെ ലൈബ്രറിയൻ ആയിരുന്നു ഹൈദരാബാദുകാരനായ ഉമർ ഖാലിദി എന്ന് പറയുന്ന ആൾ. അപ്പൊ ഈ ഉമർ ഖാലിദി ഈ യമനിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയവരെ കുറിച്ച് അമേരിക്കൻ ജേണൽ ഓഫ് സോഷ്യൽ സയൻസിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതപ്പോൾ എഴുതിയപ്പോൾ അദ്ദേഹം എനിക്കത് അയച്ചു തന്നിരുന്നു. ഞാനത് പാണക്കാട് തങ്ങൾക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ പാണക്കാട് അന്ന് ഞാൻ അയച്ചത് മുനവർ അലി തങ്ങൾക്കായിരുന്നു. അവര് അതെല്ലാം അവിടെ നിന്നുള്ള ആള് ഹളറമൗത്ത് നിന്നാണ്, ഈ യമന്റെ ജസീറത്തുൽ അറബ് ആണ് ഇതിന് പറയുന്നത്. ജസീറത്തുൽ അറബ് എന്ന് പറഞ്ഞാൽ അറേബ്യൻ പെനിൻസുല എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. അപ്പൊ അതിന്റെ ഏറ്റവും സതേൺ ഭാഗത്തായിട്ടാണ് യമൻ വരുന്നത്. അപ്പൊ ആ യമനിലെ ഹളറമൗത്ത് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ ഹളറമൗത്തിലെ ഒരു മറ്റൊരു പിന്നെ പിന്നെ പട്ടണമാണ് ഈ തരീം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ വളരെ കാലങ്ങളായി, ഈവൻ പ്രോഫറ്റിന്റെ കാലം മുതൽ തന്നെ കേരളത്തിലേക്ക് ഈ നല്ല ബന്ധം ഉണ്ടായിരുന്നു, കച്ചവടം. ഇപ്പൊ ഈ അറേബ്യൻ പെനിൻസുലയിൽ ആദ്യമായിട്ട് തെങ്ങ്, കവുങ്ങ്, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളുണ്ടല്ലോ, അത് വരുന്നത് ഈ ഹളറമൗത്തിലാണ്. മാങ്ങ. അപ്പൊ ഇതെല്ലാം നമ്മുടെ പിന്നെ ഇവിടെ നിന്ന് പോയതാണ് എന്നാണ്, കേരളത്തിൽ നിന്ന് കൊണ്ടുപോയതാണെന്നാണ് ഒരു പല അറേബ്യൻ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആ അതിന്നും അവിടെ കാര്യമായിട്ടുണ്ട്. ഈ തെങ്ങും കവുങ്ങും മാങ്ങയും എല്ലാം ഇപ്പോഴും അവിടെ കാര്യമായിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇവരെല്ലാം പിന്നെ ഈ ചരിത്രകാരന്മാർ ഇപ്പോഴും പറയുന്നത് അത് പഴയ യമനി ബന്ധത്തിന്റെ പിന്നെ ഒരു തെളിവായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പോക്കുവരവ് ജസീറത്തുൽ തുടർന്ന് അറബിൽ എങ്ങനെയാണ്? ആദ്യമായിട്ട്. ഈസി ആയിട്ട് എങ്ങനെയാണ് ആദ്യകാലത്ത് ഈ പോക്കുവരവ് എങ്ങനെയുണ്ടായി? യമനിലേക്ക് പോകാനുള്ള എളുപ്പവഴി എങ്ങനെയായിരുന്നു? അത് പിന്നെ അതിനെയാണ് പിന്നെ മൺസൂൺ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വളരെ പ്രശസ്തമായ ഒരു ഗവേഷണ പുസ്തകം ഇപ്പൊ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട്. വളരെ രസമാണ് അത് വായിക്കാൻ. ഒരു വളരെ പ്രഗത്ഭനായ ഒരു സ്കോളറാണ് അത് രചിച്ചത്. അപ്പൊ അദ്ദേഹം അതിനകത്ത് പറയുന്നത്, നമുക്ക് വളരെ ഈ കാറ്റിന്റെ ഗതി അനുസരിച്ച് അറേബ്യയിൽ നിന്നും നമ്മുടെ പടിഞ്ഞാറൻ തീരത്തെയും ഇവിടെ നിന്ന് അങ്ങോട്ടും യാത്ര ചെയ്യാൻ വളരെ എളുപ്പമായിരുന്ന ഒരു പായ്ക്കപ്പല്. അപ്പൊ പായ്ക്കപ്പലില് ആ പായ നിവർത്തി കെട്ടുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. തുഴച്ചിലുകാരുടെ ആവശ്യം പോലും ഇല്ല. കാറ്റിന്റെ ഗതി അനുസരിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ എത്തും. ഇവിടെ നിന്ന് കാറ്റ് തിരിച്ചങ്ങോട്ട് ആകുന്ന സമയത്ത് ആ, അതേ പായ്ക്കപ്പലിൽ തന്നെ അവർക്ക് തിരിച്ച്. അപ്പൊ സ്വാഭാവികമായും ഈ സഞ്ചാരം വളരെ എളുപ്പമാകുന്ന ഒരു 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 സാഹചര്യം നിലനിന്നിരുന്നുകൊണ്ട് ആ, അറേബ്യയിൽ നിന്ന് ഇവിടെ വരാനും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും അനായാസം അവർക്ക് സാധിച്ചിരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പഴയ ഇൻഡോ അറബ് ബന്ധങ്ങൾ സുദൃഢമാകാനുള്ള ഒരു കാരണം എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. അപ്പൊ ഇവിടെ അത് എന്ന് മൻസൂർ പറഞ്ഞ ഇസ്ലാം എന്ന് പറയുന്ന കോഴിക്കോടാണോ? കൃതിയിൽ കോഴിക്കോടാണോ ഇവിടെ എന്ന് പറയുന്നത്? കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട്. പടിഞ്ഞാറൻ തീരങ്ങളിൽ, കോഴിക്കോട് മാത്രമൊന്നുമല്ല, കോഴിക്കോട് മാത്രമെന്ന് നമുക്ക് പറയാൻ എല്ലാം പറ്റില്ല. തീരങ്ങളിലെല്ലാം. ഈവൻ നമ്മുടെ നമ്മുടെ തമിഴ്നാട് കീഴക്കര എന്ന് പറയുന്ന സ്ഥലം, പിന്നെ അതായത് തേങ്ങാപ്പട്ടണം എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ ഈ തേങ്ങാപ്പട്ടണം, പിന്നെ ഈവൻ ബോംബെ വരെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ച് എത്താമായിരുന്നു. തീരപ്രദേശങ്ങളിൽ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ സഞ്ചരിച്ചെത്താൻ വളരെ എളുപ്പമായിരുന്നു ഇങ്ങനെ. പക്ഷെ കൂടുതലായിട്ട് ആളുകൾ എത്തിയിരുന്നത് പിന്നെ നമ്മുടെ കോഴിക്കോട്ട് തന്നെയായിരുന്നു. കാരണം കോഴിക്കോട്ടിന്
ഈ സുഗന്ധദ്രവ്യങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത് നമ്മുടെ കേരളത്തിലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും കച്ചവട സംഘങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടത് നമ്മുടെ പിന്നെ നഗരങ്ങൾ, കച്ചവട നഗരങ്ങളിലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കൊയിലാണ്ടി, നമ്മുടെ കോഴിക്കോട്, നമ്മുടെ മുസിരിസ് അഥവാ ഇന്നത്തെ കൊടുങ്ങല്ലൂര്, നമ്മുടെ കൊല്ലം, പിന്നെ കൊല്ലത്ത് നിന്ന് അങ്ങോട്ട് പോയാൽ നമ്മുടെ പിന്നെ ഈ പറഞ്ഞ കീഴക്കര, തേങ്ങാപ്പട്ടണം ഒക്കെ വലിയ വാണിജ്യ നഗരങ്ങളായി ആ, പിന്നെ വികസിച്ചത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന സഞ്ചാരി ഇവിടെ വന്നിട്ട് അദ്ദേഹം ഒരു വലിയ യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്, രഹില എന്നാണ്, 13-ാം നൂറ്റാണ്ടിൽ. അപ്പൊ അതില് അദ്ദേഹം ആ, പിന്നെ കൊല്ലത്ത് വന്ന കഥ വളരെ നന്നായി പറയുന്നുണ്ട്. കൊല്ലത്ത് അപ്പൊ ഇവിടെ എല്ലാം മുസ്ലിം സെറ്റിൽമെന്റ്സ് ഉണ്ട്. അപ്പൊ എല്ലാ അറബികളും കച്ചവടക്കാരും ധാരാളമായിട്ടുള്ള, അപ്പൊ അതിന്റെ ശേഷിപ്പുകൾ ഇന്നും ഇതേ നഗരങ്ങളിലൂടെ യാത്ര ചെയ്താൽ നമുക്കെല്ലാം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ വളരെ പുരാതന കാലം മുതൽ തന്നെ നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ആ ബന്ധത്തിന്റെ ഒരു തുടർച്ചയിലാണ് യമനികളുടെ ഈ കേരളത്തിലേക്കുള്ള ഈ സെറ്റിൽമെന്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ വന്ന യമനികൾക്ക് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. അത് ഇപ്പൊ വേറൊരു ഇതിനകത്തൊരു രസമുള്ളത്, നമ്മുടെ കൈലി യമനിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. നമ്മൾ ഈ സാധാരണ നമ്മുടെ കള്ളിയുള്ള ലുങ്കി കള്ളിയോ? ഉണ്ടല്ലോ, ചെറിയ ആ കള്ളി. ആ കള്ളി 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 തുണി, അതൊരു യമനി പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വന്നതാണ് എന്നാണ് പൊതുവെ പറയുന്നത്. കാരണം യമനികൾ ഇപ്പോഴും അവരുടെ ഈ വളരെ ഫോർമൽ ഒഫീഷ്യൽ ഡ്രസ്സിൽ ആയിട്ട് പോലും കൈലി അവര് ഉപയോഗിക്കാറുണ്ട്. അവരുടെ ഒരു ഡ്രസ് ഹാബിറ്റിൽ കൈലിക്ക് വളരെ പ്രസക്തിയുണ്ട്. അത് ഇപ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തോളം ഫാമിലികൾ താമസിക്കുന്ന ഹൈദരാബാദിലെ ബറക്കാസ് എന്ന് പറഞ്ഞിട്ടുള്ള യമനികൾ മാത്രമുള്ള ഒരു ഏരിയ ഉണ്ട് ഹൈദരാബാദിൽ. അപ്പൊ അതൊരു യമനി യമനി സെറ്റിൽമെന്റ് ആണ് ഇപ്പോഴും. അതിന്റെ അകത്തേക്ക് ഇപ്പോഴും നമുക്ക് പോയാൽ എല്ലാവരും ഈ അവിടെ നിർമ്മിച്ച ആ കൈലിക്ക് ഭയങ്കര വിലയാണെന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇവിടെ അത് വാങ്ങണമെങ്കിൽ 1500 രൂപയൊക്കെ ആവും എന്നാണ് അവർ പറയുന്നത്. അത് ഒരു കൈലി ഉണ്ടെങ്കിൽ 10-15 വർഷം കീറാതെ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റും. അത് ഇപ്പോഴത്തെ ചെന്നാൽ നമുക്ക് കാണാം ഒരു പ്രത്യേക ഡിസൈനിലുള്ള ആ യമനി കൈലി. ഈ ബർക്കാസിൽ പോയാൽ നമുക്ക് ഇപ്പോഴും ഈ സാർവത്രികമായി അവരെല്ലാവരും ഈ ലുങ്കി ധരിച്ച് ഇങ്ങനെ അത് യമനി കൈ, അത് ആ ഒരു കൾച്ചർ നമുക്ക് കേരളത്തിലേക്ക് അവരിൽ നിന്ന് കിട്ടിയതാണ് എന്ന് ഉള്ള അഭിപ്രായവും പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കേരളത്തിലെ ഇപ്പോഴത്തെ അവശേഷിക്കുന്ന യമനികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരെ യമനികളാണ് എന്ന് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അവരിവിടെ വന്ന് ഇവിടെ ഇവിടത്തുകാരെയാണ് വിവാഹം കഴിച്ചത്. ഇപ്പൊ ഉദാഹരണമായിട്ട് അതില് ഈ തങ്ങന്മാരാണ് അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ആളുകൾ. തങ്ങന്മാരല്ലാത്തവരും ഉണ്ട്. പ്രധാനമായും ഈ ഹളറമൗത്തിൽ നിന്ന് ഇവിടെ വന്ന് 2 തരം തങ്ങന്മാരാണ് നമുക്ക് കേരളത്തിലുള്ളത്. ഒന്ന് ഹളറമൗത്തിൽ നിന്ന് വന്ന ആളുകൾ, മറ്റൊന്ന് സെൻട്രൽ ഏഷ്യ, ഈ പിന്നെ ബുഖാറ എന്നൊക്കെ പറയുന്ന പ്രദേശത്ത് നിന്ന്. അപ്പോൾ അതായത് ഈ ബുഖാറ തങ്ങന്മാരും ജിഫ്രി തങ്ങന്മാരും. അപ്പൊ ഈ ജിഫ്രി പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഉള്ള ഹളറമൗത്തിൽ നിന്ന് കൂടുതലായിട്ട് വന്നവർ. അപ്പൊ അത് ഇപ്പോഴും നമ്മളെ കുറ്റിച്ചിറ, കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്ത് പോയാൽ ജിഫ്രി ഹൗസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതില് 18-ാം നൂറ്റാണ്ടിലാണ് അവര് ആദ്യമായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു 1740-കളിലോ 46-ലോ മറ്റോ ആണ് ആദ്യത്തെ ആ ജിഫ്രി ഇവിടെ വരുന്നത്. ആദ്യത്തെ ജിഫ്രി അദ്ദേഹത്തിന്റെ 1746 തന്നെ എന്ന് തോന്നുന്നു. ഷെയ്ഖ് ജിഫ്രി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പോ ആ ജിഫ്രിയുടെ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ജിഫ്രികൾ. നമുക്കതിലിപ്പോ ജിഫ്രികൾ കോയത്തങ്ങള് ഈ ജിഫ്രി എന്ന് പറയുന്ന ഒരു പേരല്ല അല്ലെ? അല്ല അല്ല, അത് വേറെ, അറിയാം. അത് വേറെ. അത് പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞ നമുക്ക് ഈ ബാഫക്കികളും ജിഫിരികളുമാണ് പ്രധാനമായും ഉള്ളത്. ആ, അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പൂക്കോയ തങ്ങളുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച് അത് ലാസ്റ്റില് നമുക്ക് ചർച്ചയുടെ അവസാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഇതിൽ ഈ പിന്നെ ജിഫ്രി തങ്ങള് വരുന്നത് 1946-ലാണ്. കാരണം അദ്ദേഹം വരുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ കച്ചവട സംഘത്തോടൊപ്പമാണ് അദ്ദേഹം വന്നതെങ്കിലും മാനവവിക്രമൻ എന്നൊക്കെ പറഞ്ഞ അന്നത്തെ സാമൂതിരി ഭരണാധികാരി, ആ സാമൂതിരിയുടെ കാലത്ത് ഈ പുറത്തു നിന്നുള്ളവരോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം, എല്ലാവരെയും സ്വീകരിച്ച് വളരെ സ്നേഹത്തോടെ അവരെ ഇവിടെ താമസിക്കാൻ അനുവദിക്കുകയും എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു 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 കാലം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇദ്ദേഹം കേട്ടറിഞ്ഞ് അതിൽ സന്തുഷ്ടനായിട്ടാണ് ആ, അത് ആ ഒരു ആതിഥ്യം സ്വീകരിക്കുക, ഇവിടെ സെറ്റിൽ ചെയ്യുക, സാധ്യമല്ലെങ്കിൽ തിരിച്ചു പോവുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിലായിരിക്കും അദ്ദേഹം അന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ വന്നപ്പോ
ഈ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സാമൂതിരി അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തെ സാമൂതിരിയുടെ പിന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ സംസാരിച്ചു. അങ്ങനെയാണ് ഈ പിന്നെ കല്ലായി ക്ക് സമീപമുള്ള ആനമാട്, പിന്നെ ആ പ്രദേശത്തുള്ള ഒരു വലിയ തെങ്ങിൻ തോപ്പ് പുള്ളിക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ കുറ്റിച്ചിറയിലെ ഒരു വലിയ സ്ഥലം, കുറ്റിച്ചിറയിൽ ഇപ്പോഴും പോയാൽ ജിഫ്രി ഹൗസ് ഇപ്പൊ അവിടെ ഉണ്ട്. ആ കുറ്റിച്ചിറയിലെ സ്ഥലമൊക്കെ അന്ന് ഈ സാമൂതിരി കൊടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെയാണ് മാളിയേക്കൽ വീടൊക്കെ അവിടെ ഉണ്ടാക്കിയത്. മാളിയേക്കൽ ഭവനം എന്നാണ് അതിനെയാണ് ഇന്ന് നമ്മൾ ജിഫ്രി ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വിവാഹം കഴിക്കുകയും അവിടെ സെറ്റിൽ ചെയ്യുകയും അവിടെ അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഈ സാമൂതിരിയാണ് ചെയ്തു കൊടുത്തത്. അപ്പൊ അങ്ങനെ അനുവദിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ കാളിമാർക്ക് നികുതി കൊടുക്കണ്ടായിരുന്നു. സാമൂതിരിയുടെ കാലത്ത് നികുതി പൂർണ്ണമായിട്ട് ഒഴിവാക്കുമായിരുന്നു. അപ്പൊ അത് ഇദ്ദേഹത്തിനും നികുതി, ഇദ്ദേഹം കാളിയൊന്നുമല്ല, പക്ഷെ വന്നതാണ്, അദ്ദേഹത്തിന് അവിടെ നികുതിയൊക്കെ ഒഴിവാക്കി. ഈ മനുഷ്യൻ മലബാറിൽ മൊത്തം അദ്ദേഹത്തിന് അവിടെ നിന്നൊരു ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു ഗുരുവുണ്ട്, സെയ്ദ് മുഹമ്മദ് ഹാമിദ് എന്നാണ് അത്. ആ ഗുരുവുമായിട്ട് അദ്ദേഹം മലബാർ മൊത്തം സഞ്ചരിച്ചു. ഈ സഞ്ചാരത്തിന്റെ ഭാഗമാണ് പിന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിലും പള്ളികൾ നിർമ്മിച്ചതും. പിന്നെ ഈ പിന്നെ ഒരു 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 വിശുദ്ധ പരിവേഷമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. ഹൈദരാലിയും ടിപ്പുവും ഒക്കെ അദ്ദേഹത്തെ അവിടെ സന്ദർശിക്കുമായിരുന്നു. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഈ ജിഫ്രി തങ്ങള് വളരെ സ്വീകാര്യനായി മാറി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തി പിന്നെ ലോകത്തെമ്പാടും എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടും എന്ന് പറഞ്ഞാൽ അറബ് നാട്ടിൽ അദ്ദേഹത്തെ അറിയാമായിരുന്നു, ആ കുടുംബത്തെ അറിയാമായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും നല്ല പ്രശസ്തി നേടി. അങ്ങനെ ആണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാനായി ടിപ്പു ഇന്നത്തെ ഈ ജിഫ്രി ഹൗസിലേക്ക് വരുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്, പല കൃതികളിലും വിവരിക്കുന്നുണ്ട്. അപ്പൊ ടിപ്പു വന്ന് പിന്നെ കുറ്റിച്ചിറയിലാണ് ടിപ്പു കാണാൻ വരുന്നത്. അപ്പൊ ടിപ്പു കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ കുറേ ആളുകൾ അവിടെ തടിച്ചുകൂടി. ടിപ്പു അന്നത്തെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണാധികാരിയാണല്ലോ, ഏറ്റവും വലിയ സുൽത്താനാണല്ലോ. അപ്പൊ ടിപ്പു അങ്ങനെ നോക്കുമ്പോൾ ഒരു സംഘം ഇങ്ങനെ വരുന്നു, കുതിരപ്പുറത്ത് കുറച്ച് പേര് വരുന്നു. അപ്പൊ എല്ലാവരും പടയാളികളാണ്. അങ്ങനെ അതിൽ നിന്നൊരു പടയാളി ഇറങ്ങി, എല്ലാവരും ഇറങ്ങി. ഒരു പടയാളി ഈ തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ തങ്ങള് ഒരു നിറഞ്ഞ പണ്ഡിതനാണ്. അപ്പൊ തങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എപ്പോഴും വായനയും പഠനവും, പിന്നെ അദ്ദേഹത്തെ അടുത്ത് വരുന്ന ആളുകളോടുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയും. ഈ വരുന്നവര് എല്ലാ മതക്കാരും ഉണ്ട്, പിന്നെ ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, എല്ലാ വിഭാഗക്കാരും അദ്ദേഹത്തിന്റെ അടുത്ത് എത്തും, അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വരും. അപ്പൊ അത് ഈ തങ്ങന്മാരുടെ പണ്ട് മുതലേ ഉള്ള ഒരു പാരമ്പര്യമാണ്. ജനങ്ങളെല്ലാം അവരുടെ അടുത്തെത്തും. അപ്പൊ ഈ ടിപ്പു വന്നപ്പോ ടിപ്പുവിനെ തങ്ങളും കണ്ടിട്ടില്ല, തങ്ങള് ടിപ്പുവിനെയും കണ്ടിട്ടില്ല. ആ പക്ഷെ ഒരു പിന്നെ ജനങ്ങള് ജിഫ്രി ഹൗസിന്റെ അന്നത്തെ മാളിയേക്കൽ വീടിന്റെ വെളിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കുറച്ചു പേര് അകത്തോട്ട് കയറിപ്പോയി. അപ്പൊ അതിൽ ഒരാളിനെ തങ്ങൾ ഈ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകമൊക്കെ താഴെ വെച്ചിട്ട് ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ച്. ആന അടുത്തിരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ച്, എന്താണ് പിന്നെ ഭരണമൊക്കെ എങ്ങനെ പോകുന്നു. അപ്പൊ ടിപ്പുവിന് ഇതൊരു അത്ഭുതമായി, കാരണം എന്നെ എങ്ങനെ പുള്ളി ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതായിരുന്നു. അപ്പൊ ജനങ്ങൾ ടിപ്പു വന്നതായിട്ട് അറിഞ്ഞില്ല, കാരണം രാജാവിനെ കാണുന്നില്ലല്ലോ. അപ്പം പിന്നെ ടിപ്പുവിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താണ് അത് ഇദ്ദേഹത്തെ കാണാൻ വരുമ്പോ എന്റെ എല്ലാ രാജകീയ വേഷങ്ങളും ഞാൻ ഉപേക്ഷിച്ച് ഒരു സാധാരണക്കാരനെ പോലെ ഞാൻ വന്നതാണെന്ന്. എന്നിട്ട് ടിപ്പു പറഞ്ഞു, എന്നെ നിങ്ങളുടെ മുരീദാക്കണം എന്ന് പറഞ്ഞു. മുരീദ് എന്ന് പറഞ്ഞാൽ സൂഫി പാരമ്പര്യത്തില് എന്നെ എന്നെ ശിഷ്യനാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവരെല്ലാം ഈ ഖാദിരിയ തരീഖത്ത് എന്ന് പറഞ്ഞ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ആ സൂഫി ട്രഡീഷനെ അംഗീകരിച്ചുള്ള ആളുകളാണ് ഈ ഹദ്റമൗത്തിൽ നിന്ന് വന്ന ഈ പിന്നെ തങ്ങന്മാരെല്ലാം. അപ്പൊ അങ്ങനെ ടിപ്പു അദ്ദേഹത്തിന്റെ ശിഷ്യനായി മാറി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ സംബന്ധിച്ച് പിന്നെ ഒരുപാട് കഥകൾ മലബാറിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ അതായത് ഈ ആളുകൾക്കെല്ലാം വന്ന് ആഹാരം കൊടുക്കണമായിരുന്നു. അപ്പൊ ആഹാരം കൊടുക്കാൻ നോക്കുമ്പോൾ ഒരു വലിയ പാത്രത്തിൽ നിന്നും, അത്രയ്ക്ക് വലിയൊരു ചെമ്പ് പാത്രത്തിൽ നിന്നും അല്ല ആഹാരം വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എന്ന് കരുതി. അപ്പൊ ആളുകൾ അത്ര തടിച്ചു കൂടുമെന്നൊന്നും അവർ പ്രതീക്ഷിച്ചില്ല. അപ്പൊ തങ്ങളുടെ അടുത്ത് വന്ന് അവിടുത്തെ പിന്നെ ജോലിക്കാർ പറഞ്ഞു, ഇതാണ് പ്രശ്നം, ഞങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും സദ്യ കൊടുക്കാനൊന്നും പറ്റില്ല. ഉടനെ തങ്ങൾ അകത്തോട്ട് ചെന്ന്, ഇത് മലബാറിലെ അവരുടെ ആളുകൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു കഥയാണ്. എനിക്ക് അതിന്റെ റിലയബിലിറ്റി ഒന്നും എനിക്കറിയില്ല, ഞാൻ ആ കഥ കൂടി പറയുന്നേ ഉള്ളൂ. അപ്പൊ തങ്ങൾ ആ അരി പാത്രത്തിൽ നിന്ന് കുറച്ച് അരി എടുത്തിട്ട് അതിലേക്ക് തന്നെ വീണ്ടും ഇട്ടിട്ട് പറഞ്ഞു, ഇത് തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടേക്കെല്ലാം
പിന്നെ എല്ലാവർക്കും ആഹാരം കൊടുത്തിട്ടും ആ ചെമ്പിൽ ചോറ് ബാക്കി ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് മലബാറിലൊക്കെ ഇപ്പോഴും ഷെയ്ഖിന്റെ അവിടുത്തെ ചെമ്പ് പോലെ എന്ന് പറയും. അതായത് ഒരു അക്ഷയപാത്രം എന്നുള്ള ഇതിൽ, അതായത് നമുക്ക് അത് ഒരിക്കലും പറ്റൂല. ഷെയ്ഖിന്റെ അവിടുത്തെ ചെമ്പ് പോലെ എന്നുള്ള പ്രയോഗം മലബാറിൽ വന്നത് ഈ സംഭവത്തിന് ശേഷമാണ് എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അങ്ങനെ ഒരു ആ ഷെയ്ഖ് ഒരുപാട് പിന്നെ പിന്നെ യാത്രകളൊക്കെ ചെയ്യുമായിരുന്നു ഇവിടെ നിന്ന് അറേബ്യയിലൊക്കെ പോയി. അതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം, മൂപ്പര് ഇവിടെ നിന്ന് ഈജിപ്തിൽ പോയി. അൽ അസർ ആണല്ലോ ഇന്നുള്ള ലോകത്തിലെ ദ ഓൾഡസ്റ്റ് ഫങ്ഷനിങ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. 970 സ്ഥാപിച്ചിട്ട് ഇന്നും ലോകത്തിലെ ഏറ്റവും ലോകോത്തര സർവകലാശാലയായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പൊ ഈ ഷെയ്ഖ് ഇവിടെ നിന്ന് പോയി അവിടെ ചെന്ന് അവിടുത്തെ പണ്ഡിതന്മാരുമായിട്ടൊക്കെ നടത്തുന്ന സംവാദം, അതിൽ അദ്ദേഹം ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളിൽ അദ്ദേഹം പലപ്പോഴായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാൾ ശ്രദ്ധേയമായ ഒരു സംഗതി, നമ്മൾ ഇന്ന് ഈ വഹാബിസം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സൗദി അറേബ്യയിൽ അന്ന് വളരെ അന്നത്തെ അവിടുത്തെ സൗദി ട്രൈബൽ ചീഫ്റ്റനും അബ്ദുൽ വഹാബും കൂടെ ചേർന്നാണ് സൗദി അറേബ്യയിലെ പഴയ ഒരു ഭരണ സംവിധാനം അവിടെ രൂപപ്പെടുത്തുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇന്നിപ്പം ഒരു ഡിറോഗേറ്ററി ആയിട്ടാണ് അവരത് അംഗീകരിക്കുന്നില്ല വഹാബിസം എന്ന് പറയുന്നത്. അവർ സലഫികളാണ് എന്ന് പറയുന്ന അവരെ ആക്ഷേപിക്കുന്ന ഒരു പ്രയോഗമായിട്ടാണ് വഹാബിസം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരുമായിട്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സമകാലീനനാണ് ഈ ഷെയ്ഖ് ജിഫ്രി. പക്ഷേ വഹാബ് മുഹമ്മദ് ഈ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ വിമർശിച്ചുകൊണ്ട് ഇദ്ദേഹം പുസ്തകങ്ങൾ എഴുതുകയും അദ്ദേഹത്തിന്റെ ഡിസ്കഷൻസിൽ ഇത് പരാമർശിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അറേബ്യൻ പെനിൻസുലയിൽ രൂപം കൊണ്ട മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ ഒരു പ്രസ്ഥാനത്തെ ലോകത്തൊരിടത്തും ചർച്ചയാക്കാതിരുന്ന കാലത്ത് പോലും കേരളത്തിൽ അത് സംവാദ വിധേയമായി എന്നുള്ളത് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഇതൊക്കെ ഇവര് ഈ യമനി പാരമ്പര്യത്തിൽപ്പെട്ട ഈ ആളുകൾ ഇവിടെ വരികയും അവര് ഇവിടുത്തെ സ്ത്രീകളെയാണ് വിവാഹം കഴിച്ചതല്ല, ഇവിടെ തന്നെ വിവാഹം കഴിച്ചു. അങ്ങനെ ഭാഷയിലാണ് എഴുതുന്നത് പുസ്തകങ്ങളൊക്കെ? ഏത് ഭാഷയിലാണ് പുസ്തകങ്ങളെല്ലാം അറബി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. കൻസുൽ ബറാഹിൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം. എന്തെന്ന് ലക്ഷ്യങ്ങളുടെ നിധി എന്നാണ് അതിന്റെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നത്. ഇതേ പിന്നെ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ഇവര് തന്നെയാണ് ഈ അന്ന് കൊണ്ടോട്ടി തങ്ങന്മാരെന്ന് പറഞ്ഞിട്ട് വേറൊരു തങ്ങന്മാരും വന്നിട്ടുണ്ടായിരുന്നു. അവര് കുറച്ച് ഷിയ പാരമ്പര്യക്കാരായിരുന്നു. അപ്പൊ ആ ഷിയ പാരമ്പര്യക്കാർ വന്ന അവരെ വിമർശിച്ചുകൊണ്ട് ഇവർ പുസ്തകങ്ങൾ എഴുതുകയും ഈ ഈ നമ്മുടെ ജിഫ്രി പാരമ്പര്യത്തിൽപ്പെട്ട ആളുകൾ പുസ്തകങ്ങൾ എഴുതുകയും അങ്ങനെ അതൊരു ഒരു നീണ്ട സംവാദത്തിന്റെയും കൂടെ ഒരു ചരിത്രം, ആശയപരമായ ഈ വിയോജിപ്പുകളും ആശയപരമായ സംവാദം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതെ 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 അതെ. അതായത് ഈ നമ്മൾ ഈ പറഞ്ഞ പിന്നെ തങ്ങള് 1808 മറ്റോ ആണ് അദ്ദേഹം മരണപ്പെടുന്നത്. 1746 മറ്റോ വരുന്നു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 19 വയസ്സുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ഈ മനുഷ്യൻ ഒരു 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 ലോകോത്തര പണ്ഡിതനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ ഈ സംവാദങ്ങള് അന്ന് മുതൽ തന്നെ ഇന്റലക്ച്വൽ ഡിബേറ്റ്. വന്നിട്ട് അദ്ദേഹം നമ്മളുടെ ഭാഷ പഠിച്ചോ? അവരെല്ലാരും മലയാളം സംസാരിക്കുമായിരുന്നു. കാരണം അവര് വിവാഹം ചെയ്യുന്നത് ഇവിടെ ഉള്ളവരെയാണല്ലോ. അപ്പൊ അവര് അതിലൂടെ വിവാഹം നടത്തുകയും അദ്ദേഹത്തിന്റെ ഒരു സഹോദരനും വന്നിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ ഹസൻ ജിഫ്രി എന്നോ മറ്റോ ആണ് പേര്. ആ സഹോദരൻ വന്നിട്ട് ഇദ്ദേഹം വന്ന് 10 വർഷം മറ്റോ കഴിഞ്ഞപ്പോഴാണ് സഹോദരൻ വരുന്നത് യമനിൽ നിന്ന്, ഹസൻ ജിഫ്രി. ആ ഹസൻ ജിഫ്രി ഇവിടെ വന്നിട്ട് ഈ ജ്യേഷ്ഠൻ തന്നെ അദ്ദേഹത്തെ അങ്ങ് മമ്പുറത്ത് കൊണ്ടുപോയി. മമ്പുറത്ത് അവിടെ ഒരു വീടൊക്കെ, അവിടെയും ഒരു മാളിയേക്കൽ തറവാടുണ്ട്, മാളിയേക്കൽ ഹൗസ് എന്ന് എന്തോ ആണ് പറയുന്നത്. അപ്പൊ അവിടെ താമസിപ്പിച്ചു. ഈ മമ്പുറം മക്കാമിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിശുദ്ധൻ ഈ ഹസൻ ജിഫ്രിയാണ്. മമ്പുറം തങ്ങളെന്ന് നമ്മൾ പറയുന്നത് ഇപ്പോ ഈ പറഞ്ഞ ഈ ബ്രദർ ആണോ? അല്ല. അത് പിന്നെ അത് പിന്നെ ഇത് ഈ യമനിൽ നിന്ന് വന്നവര് തന്നെ. പക്ഷെ അത് ഈ ഇതിൽപ്പെട്ട ഇവരല്ല, ഈ ജിഫ്രി തങ്ങന്മാരുടെ കുടുംബത്തിൽപ്പെട്ട. ഇപ്പൊ നമ്മുടെ അല്ല, ഞാനിപ്പോ പിന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇപ്പൊ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതെല്ലാം എത്ര തരം തങ്ങന്മാര് വന്നിട്ടുണ്ട് യമനിന്ന്? ഇപ്പൊ പാണക്കാട് തങ്ങന്മാരെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. മമ്പറം തങ്ങളെ പറഞ്ഞാൽ മനസ്സിലാവും. ജിഫ്രിക്കോയ മുത്തു തങ്ങളെ, മാളിയേക്കൽ തറവാട്. അപ്പൊ അങ്ങനെ എത്ര പേരുണ്ടാവും? ഇതിനെ നമ്മള് അന്ന് വന്ന ഈ കബീലകൾ, ഗോത്രങ്ങൾ, വിവിധ ഗോത്രങ്ങളുമായിട്ട് ചേർന്നിട്ടാണ് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളത്. ബാഫക്കി തങ്ങള്, പിന്നെ ഐദീദ്, അതൊക്കെ അവരെ ഓരോ ഗോത്രങ്ങളാണ്.
ജമലുല്ലൈലി. ജമലുല്ലൈൽ എന്ന് നമ്മൾ ഒരു പക്ഷേ ഈ ചില കാളിമാർക്ക് മലബാറിൽ പേരുണ്ട്. അലവികള്, ബാഫക്കികള്, ഉം. ജിഫിരികള്, ഇതെല്ലാം തന്നെ യമനിൽ നിന്ന് വന്ന ബറാമികൾ തങ്ങന്മാരല്ല, അവര് ബിസിനസ്സുകാരാണ്. അപ്പൊ ഇവരെല്ലാരും തന്നെ ആ ആ ആ കാലത്ത് ഇവിടെ വന്ന് ഇവിടെ പിന്നെ പല ഭാഗങ്ങളിലായിട്ട് സെറ്റിൽ ചെയ്ത വിവിധ ഗോത്രങ്ങളാണ്. ആ ഗോത്രങ്ങളുടെ പേരുമായിട്ട് ചേർന്നിട്ടാണ് ജിഫിരി. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ, അദ്ദേഹം ജിഫിരി തങ്ങളാണ്. ജിഫിരി ഈ പറഞ്ഞ ജിഫിരി കബീൽ, ഇവരൊക്കെ ഇപ്പം നമുക്ക് കോഴിക്കോട് പോയാൽ ഇവരെ കാണാം, മമ്പറത്ത് പോയാൽ കാണാം, കക്കാട് പോയാൽ കാണാം, ആക്കോട് എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ കുടുംബങ്ങൾ ഇപ്പോഴും നല്ലപോലെ വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ പറഞ്ഞ ഈ തങ്ങന്മാരിൽ. പിന്നെ ഇതിൽ ചില വിഭാഗക്കാരൊക്കെ നമ്മുടെ തെക്കൻ മേഖലയിലൊക്കെ വന്നിട്ടുണ്ട്. തെക്കോട്ടൊക്കെ ഇവരുടെ പല കുടുംബങ്ങളും ഇപ്പൊ കൊല്ലത്ത് വന്ന പല തങ്ങന്മാരും ഇപ്പോഴും ഈ ഈ ഈ പ്രദേശത്ത് കൊല്ലം പ്രദേശത്തൊക്കെ താമസമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലും ഇപ്പോഴും തങ്ങന്മാര് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മലബാറിൽ തന്നെയാണ്. പിന്നെ തങ്ങന്മാർക്ക് നമ്മൾ ഇതിന്റെ ഒരു പറയുമ്പോഴേ പൊതുവെ നമ്മൾ ഉദ്ദേശിക്കുന്ന അവരുടെ ഈ പിന്നെ അതീന്ദ്രിയമായ കാര്യങ്ങൾ ചെയ്യും, പ്രാർത്ഥന, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെയുള്ള ആളുകളാണോ തങ്ങന്മാരെന്ന് പറയുന്നത്? അല്ല, തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പൊ ഈ പറഞ്ഞ തങ്ങള് തന്നെ ഈ പിന്നെ നബിയുടെ പരമ്പരയില് ഈ 32ാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ഷെയ്ഖ് ജിഫ്രി എന്നാണ് പിന്നെ പൊതുവെ പറയപ്പെടുന്നത്. അതായത് നബി പരമ്പരയുണ്ടല്ലോ, നബി കുടുംബം ഉണ്ടല്ലോ. നബി കുടുംബം എന്ന് പറയുമ്പം നബി മുഹമ്മദ് നബിയുടെ മകള് ഫാത്തിമ, ഫാത്തിമയുടെ മകൻ ഹസൻ ഹുസൈൻ. അപ്പൊ അതില് ഈ ഹുസൈൻ 1680 യുദ്ധത്തില് പിന്നെ കർബല യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. അവിടെ നിന്നാണ് പിന്നെ ഷിയാക്കളുടെയൊക്കെ ഒരു ഉത്ഭവമൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ അതില് ഇവരെയൊക്കെ ഹസനികൾ എന്നാണ് പറയുന്നത്, എന്ന് പറഞ്ഞാൽ ഹുസൈനികൾ എന്നാണ് പറയുന്നത്. ഈ ഹുസൈനി പാരമ്പര്യത്തിൽ വരുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ അലവി എന്നൊക്കെ പറഞ്ഞ അലി അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ അലവി എന്നൊക്കെ ഉള്ള പ്രയോഗം ഇവരെ ഈ ഫാമിലിയെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ തലമുറകളായിട്ട് ഈ ഇതിന്റെ എല്ലാം ജീനിയോളജി ടേബിള് വളരെ കൃത്യമായി അവരൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ചില തങ്ങന്മാര് കള്ളത്തങ്ങന്മാരായിട്ട് അവകാശവാദമായിട്ട് രംഗത്ത് വരും. അപ്പൊ അവരുടെ ഈ അവകാശവാദം പൊളിഞ്ഞു പോകുന്നത് പിന്നെ ഈ ജിനിയോളജിയുടെ ടേബിൾ അവർക്ക് പിന്നെ അവരുടെ ഈ വംശാവലിയുടെ ഒരു ടേബിൾ ഉണ്ടല്ലോ, അവരുടെ ഇന്ന ആളിന്റെ മകൻ ഇന്ന ആളിന്റെ മകൻ, അപ്പോൾ അതിന്റെ ഒരു വംശവൃക്ഷം പോലെ അവർക്കത് അതിന്റെ ഫാമിലി ട്രീ അവർക്ക് വരയ്ക്കാൻ കഴിയും. അങ്ങനെ അടയാളപ്പെടുത്തി വരുമ്പോൾ ഈ ജിഫ്രി തങ്ങളൊക്കെ 1746 വന്ന ആള് ഇവിടെ ഏതാണ്ട് 32ാമത്തെ തലമുറയിൽപ്പെട്ട ആളായിട്ടാണ്. അപ്പം പ്രോഫറ്റിന്റെ കുടുംബത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് പിന്നെ അവരെല്ലാം നിറഞ്ഞ പണ്ഡിതന്മാരുമായിരുന്നു, താത്വികന്മാരായിരുന്നു, എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിരുന്നു. ഈ എല്ലാവരെയും അംഗീകരിക്കുമായിരുന്നു. ഇതൊരു തരം സൂഫി ട്രഡീഷന്റെ ആളുകളായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരെയും സ്വീകരിക്കുമായിരുന്നു, ജാതി മത ഭേദമന്യേ വരുന്നവർക്ക്. ഇപ്പം മമ്പറം തങ്ങന്മാരുടെ തന്നെ കാര്യസ്ഥന്മാരൊക്കെ അന്നത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെട്ടവരാണല്ലോ, ഈ പിന്നെ മമ്പറം തങ്ങന്മാരുടെയൊക്കെ. മമ്പറം തങ്ങന്മാരും ഇതേ പാരമ്പര്യത്തിൽപ്പെട്ട തന്നെ ആളുകളാണ്. ഇതിന്റെ തന്നെ ഈ ജിഫ്രി വംശത്തിന്റെ മറ്റൊരു പരമ്പരയിൽപ്പെട്ട ആളുകളാണല്ലോ ഈ മമ്പറം തങ്ങൾ എന്ന് പറയുന്ന ആ വിഭാഗക്കാരും. അപ്പൊ ഈ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മമ്പുറത്തേക്ക് പോയി അവിടെ പിന്നെ സ്ഥിരതാമസമാക്കി അങ്ങനെ വന്ന ആളുകളിൽ നിന്നാണ് ഈ മമ്പുറം പിന്നെ തങ്ങന്മാരും ഉണ്ടാകുന്നത്. പിന്നെ അതില് പിന്നെ തങ്ങന്മാർ തമ്മിൽ ഒരു വ്യത്യാസമില്ല. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വംശപരമ്പരയിൽ ഒരു വ്യത്യാസം എന്നുള്ളത്. ഞാൻ ഈ പറയുന്ന തങ്ങന്മാർ, മമ്പറം തങ്ങന്മാർ, ജിഫ്രി തങ്ങന്മാർ, ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അത് പിന്നെ നമ്മളിപ്പോൾ ആദ്യം ജിഫ്രി ഹൗസുമായി ബന്ധപ്പെട്ട ജിഫ്രി തങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ മമ്പറം തങ്ങൾ എന്ന് പറഞ്ഞാല്, മമ്പറം തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേ പാരമ്പര്യത്തിൽപ്പെട്ടതാണോ എന്ന് ചോദിച്ചാല് ഈ ഞാൻ ഇപ്പൊ സൂചിപ്പിച്ച സയ്യിദ് ജിഫ്രി തങ്ങളുടെ സഹോദരിയെ ആണ് ഇനി പറയാൻ പോകുന്ന ഈ മമ്പുറം തങ്ങന്മാർ എന്ന് പറയുന്ന തങ്ങന്മാർ വിവാഹം ചെയ്തത്. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ വളരെ പേര് കേട്ട മമ്പുറം തങ്ങൾ ആദ്യമായി ഇവിടെ വന്ന പിന്നെ തങ്ങളുടെ പിന്നെ പിതാവ് യമനിൽ തന്നെയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് ഈ വിവാഹം കഴിക്കുന്നത്, ഇത് നമ്മളിപ്പോൾ ആദ്യം 1746 ഇവിടെ വന്ന ഫാമിലി ഉണ്ടല്ലോ, ആ ഫാമിലിയിലാണ് അദ്ദേഹം വിവാഹമൊക്കെ കഴിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം ഈ പറഞ്ഞ മമ്പറം തങ്ങന്മാരിലെ ആദ്യത്തെ തങ്ങൾ എന്ന് പറയുന്ന തങ്ങള്
പിന്നെ അദ്ദേഹം പിന്നെ ഏഹ്, ഏഹ്, അവിടെ നിന്ന് ഏതാണ്ട് ഒരു 20 വയസ്സിൽ കച്ചവടക്കാരോടൊപ്പം തന്നെയാണ് അദ്ദേഹം കേരളത്തിൽ വരുന്നത്. ഈ ആദ്യം പറഞ്ഞ ജിഫ്രി തങ്ങൾ വരുന്നത് പോലെ തന്നെയാണ് ഇവിടെ അദ്ദേഹം. പിന്നെ അദ്ദേഹത്തെയാണ് ഈ വളരെ കുത്തുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് ആ തങ്ങളെയാണ്. ആഹ് അദ്ദേഹം ഈ ഹസൻ ജിഫ്രിയും ഷെയ്ഖ് ജിഫ്രിയും എന്ന് പറഞ്ഞാൽ ഈ ആദ്യം ജിഫ്രി ഹൗസിൽ വന്നതും സാമൂതിരിയെ കണ്ടതുമായ ജിഫ്രി തങ്ങളുണ്ടല്ലോ, ഉം. ആ തങ്ങളുടെ 7-8 വർഷങ്ങൾക്ക് ശേഷം വേറൊരു ജിഫ്രി തങ്ങളും വന്നല്ലോ. അത് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെയാണ് മമ്പുറത്ത് അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഈ ഇവിടെ വന്നിട്ട് പിന്നെ ഈ തങ്ങന്മാരുടെ ഒരു സഹോദരിയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നു. ഈ ഈ കുത്തുബുസമാൻ സയ്യിദ് അലവി തങ്ങൾ എന്ന് പറയുന്ന തങ്ങള് അത് ഈ തങ്ങളെ അന്നുണ്ടായിരുന്ന ആദ്യം വന്ന ജിഫ്രി തങ്ങളുണ്ടല്ലോ, സയ്യിദ് ജിഫ്രി തങ്ങളാണ് മമ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. മമ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഈ ഹസൻ ജിഫ്രി അന്ന് അവിടെ കബറടക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് മരിച്ചുപോയി. ആ കബർ ഒക്കെ സന്ദർശിച്ച് അദ്ദേഹത്തിന് അവിടെ ഒരു സംവിധാനമൊക്കെ ആക്കി അവിടെ താമസിപ്പിച്ചു. ഉം. ആര്? ഈ സയ്യിദ് അലവി തങ്ങളുടെ ഉം. ഈ സയ്യിദ് അലവി തങ്ങളുടെ പിന്നെ പിന്നെ സയ്യിദ് അലവി തങ്ങളുടെ പുത്രനാണ് പിന്നെ പിൽക്കാലത്ത് ഈ തങ്ങളുടെ പുത്രനാണ് പിൽക്കാലത്ത് അറിയപ്പെട്ട ഫضൽ പൂക്കായ തങ്ങളും അലവി തങ്ങളുടെ മകനായ ഫضൽ പൂക്കായ തങ്ങളും. അതില് പിന്നെ മമ്പുറം തങ്ങൾ ഈ നമ്മൾ പറയുന്നത് ഏത് തങ്ങളെയാണ് ഇതിലെ? രണ്ട് തങ്ങന്മാരെയും പറയും. ഒമ്പറം തങ്ങന്മാരെന്ന് സാധാരണ നമ്മൾ പറയുന്നത് ഒന്ന് ഈ പറഞ്ഞ ആ, 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 അലവി തങ്ങളുടെ മകനായ പിന്നെ ഫضൽ പൂക്കോയ ഫضൽ തങ്ങൾ മമ്പുറം ഫضൽ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പുറത്താക്കുകയും പിന്നെ അദ്ദേഹം ആ, ഈ യമനിലേക്ക് പോവുകയും മക്കയിലേക്ക് പോവുകയും പിന്നെ യമനിൽ വരികയും പിന്നെ അന്നത്തെ തുർക്കി സുൽത്താന്റെ ഗവർണറായിട്ട് പിന്നെ യമനിൽ താമസമാക്കുകയൊക്കെ ചെയ്ത ആളാണ് ഈ പറഞ്ഞ ആള്. അപ്പൊ അതില് പിന്നെ അദ്ദേഹത്തെ അവിടെ അദ്ദേഹവും ഇവിടെ തന്നെ പിന്നെ അവിടെ മമ്പുറം കേന്ദ്രമാക്കി പിന്നെ അദ്ദേഹം അവിടെ സെറ്റിൽ ചെയ്യുകയും ധാരാളം ആളുകൾ അവിടെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരികയൊക്കെ ചെയ്തു. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തങ്ങന്മാരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് ഏഹ്, ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകി പിന്നെ വളരെ കാര്യമായി പിന്നെ എന്താണ് ആളുകളുടെ ഇഴകി ജീവിച്ചിരുന്നത് കൊണ്ടും ആളുകൾ അവരിൽ വളരെ വിശ്വാസം അർപ്പിച്ചിരുന്നത് കൊണ്ടും സാധാരണക്കാരായ ജനങ്ങളെല്ലാം തന്നെ ഇവരുടെ അടുത്തേക്ക് എത്തുമായിരുന്നു കാര്യങ്ങൾ ബോധിപ്പിക്കാനും. അവർ രണ്ട് കാര്യങ്ങളാണ് അവരെ പഠിപ്പിച്ചത്. പിന്നെ ആരുടെയും മുന്നിൽ തല കുമ്പിടാൻ പാടില്ല, ദൈവത്തിന് മാത്രമേ തല കുമ്പിടാൻ പാടുള്ളൂ. നിങ്ങൾ ഈ തമ്പുരാൻ യജമാനൻ എന്നുള്ള വിളി അവസാനിപ്പിക്കണം. പിന്നെ ഇതൊക്കെ അദ്ദേഹം കൊടുത്ത ഉപദേശങ്ങളാണ് ഇവരുടെ ചരിത്രത്തിൽ വളരെ കൃത്യമായി. അപ്പൊ ഈ മമ്പറം ഇതൊക്കെ തങ്കന്മാര് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് ഭരണത്തിന് ആധിപത്യ കീഴിലിരിക്കുന്ന കാലത്ത് ഒരു വലിയ മെസ്സേജ് അല്ലേ? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ അവർക്ക് ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കിയതും ഇവരുടെ ഈ നിലപാടുകളാണ്. അവർ രണ്ട് തരത്തിലാണ് അന്നത്തെ പിന്നെ ഈ ഫ്യൂഡലിസത്തെ അവര് ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അംഗീകരിക്കാതിരിക്കുക, സവർണ തമ്പുരാക്കന്മാരുടെ അധികാരത്തെ നിഷേധിക്കുക, അപ്പൊ ആളുകളെ നിവർന്നു എങ്ങനെ നിലനിന്നു? സാമൂതിരിയെ ഇതുപോലെ കണ്ടോ അതോ സാമൂതിരിക്ക് വഴങ്ങിയാണോ ജീവിച്ചു പോയത്? അല്ല സാമൂതിരി എന്ന് പറയുമ്പം സാമൂതിരി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് ജനങ്ങളുടെ വെൽഫെയർ നോക്കുന്ന ആളുകളായിട്ടാണല്ലേ ഇവരുള്ള പ്രദേശത്തെല്ലാം ആളുകൾ വളരെ സമാധാനത്തോടെയും ശാന്തിയോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ കീഴാള ജനവിഭാഗങ്ങൾ എന്ന് വിളിക്കുന്ന ആളുകളൊക്കെ ധാരാളമായി അവരുടെ അടുത്തേക്ക് വരുമായിരുന്നു. അപ്പൊ ഇവരുടെ സമ്പത്ത്, ഇവർക്കെല്ലാം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇവരുടെ വിഷയങ്ങളിൽ ഇടപെടുക, അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ പിന്നെ എല്ലാം പിന്നെ കൈകാര്യം ചെയ്യുക, അല്ല അതിൽ പിന്നെ അവരുടെ പരിഹാരം കാണുക, ഇതെല്ലാം ഈ തങ്ങന്മാര് പിന്നെ ഈ തങ്ങന്മാരിൽ ഇത്ര വിശ്വാസം വരാൻ കാര്യം ചികിത്സയുണ്ടായിരുന്നോ? ചികിത്സയുണ്ടായിരുന്നു. അത് എല്ലാ തങ്ങന്മാർക്കും ഉണ്ടായിരുന്നു. അതെല്ലാം പ്രാർത്ഥിക്കാനായിട്ടാണ് ഇവരൊക്കെ വരുന്നത്. പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ഒരു ഒരു സാധനം അവർക്ക് കൊടുക്കുന്നു. നിങ്ങളത് അപ്പൊ അത് വലിയ പുണ്യത്തോടെ അവരൊക്കെ കൊണ്ടുപോയി വെക്കുമായിരുന്നു. അതിലെല്ലാം അവർക്ക് വിശ്വാസം തോന്നാൻ കാര്യം
അതിന് പിന്നെ സബ്സ്റ്റാൻഷ്യലായിട്ട് എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവർക്കെല്ലാം കുറേശ്ശെ ഉള്ള ഈ ഏഹ്, എന്താണ് ഡിവൈൻ പവർ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നു. കാരണം അതിനെ കറാമത്ത് കറാമത്ത് എന്നാണ് അതിനെ ഇവരൊക്കെ പറയുന്നത്. അത്ഭുത സിദ്ധികൾ ഇവരെല്ലാവരും പ്രകടിപ്പിച്ചിരുന്നു എന്നാണ്. പിന്നെ ഈ പറഞ്ഞ തങ്ങന്മാര്, ഈ പറഞ്ഞ പിന്നെന്താണ് അലവി തങ്ങളും ഫضൽ തങ്ങളും എല്ലാം തന്നെ ഭയങ്കര ഇത്തരത്തിലുള്ള കുറെ സിദ്ധികൾ ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ആ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. അപ്പൊ അതിന് അവർക്ക് അവരുടേതായ കുറെ തെളിവുകളും അവർ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ഹിസ്റ്റോറിക്കലി ഡോക്യുമെന്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അത് അത്തരം അതിനെ സയന്റിഫിക് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ അവരെല്ലാവരും വിശ്വസിച്ചിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സർവാദരണീയനും അംഗീകൃതരുമായിരുന്നു ഈ തങ്ങന്മാർ. അപ്പൊ ആ നാട്ടിലെ എല്ലാ ആളുകളും ഇവരുടെ അടുത്തേക്ക് ഓരോ വിഷയങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനുമായിട്ട്. പിന്നെ ഇവര് ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരടായി മാറിയതെന്ന് പറഞ്ഞാൽ, ഒന്ന് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തിരുന്ന അവിടുത്തെ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അവർ അംഗീകരിക്കാറില്ലായിരുന്നു. അപ്പൊ ഈ പ്രഭുത്വത്തെ നിഷേധിക്കാൻ ജനങ്ങൾക്കുള്ള ഊർജദാതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ തങ്ങന്മാരുമായിരുന്നു. അപ്പൊ രണ്ടാമത് ഇവര് ബ്രിട്ടീഷ് ഭരണത്തെ ഇവരൊരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് സംവിധാനത്തെയും അവരൊരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഈ തങ്ങളെയൊക്കെ ഇവിടെ നിന്ന് നാട് കടത്തുന്നത്, യമനിലേക്കൊക്കെ നാട് കടത്തുന്നത്. ഇപ്പോഴും ഈ അലവി തങ്ങളുടെ മകൻ ഫലൽ തങ്ങളുടെ ഖബറ് നമുക്ക് തുർക്കിയിൽ പോയാൽ കാണാം. തുർക്കി സുൽത്താന്റെ ഇത് ഭയങ്കര അത്ഭുതമാണ്. അക്കാലത്ത് ഇവിടെ നിന്ന് പുറത്താക്കപ്പെടുകയും മക്കയിലേക്ക് പോവുകയും അവിടെ നിന്ന് പിന്നെ യമനിൽ വരികയും പിന്നെ തുർക്കി സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ അടുത്ത് എത്തുകയും അവിടെ സുൽത്താൻ അബ്ദുൽ ഹമീദ് അല്ല, പിന്നെ സമയത്തുള്ള എനിക്ക് കൃത്യമായി പേര് ഓർമ്മ വരുന്നില്ല. അപ്പൊ ആ സുൽത്താന്റെ ഗവർണറായിട്ട് യമനിൽ ഭരണം നടത്തുകയൊക്കെ ചെയ്ത ആളാണ് ഈ പറഞ്ഞ ഫضൽ തങ്ങൾ. അപ്പോ അത്രയും പക്ഷെ കേരളത്തിൽ ജനിച്ച ആളാണ്. കേരളത്തിൽ അതെ, കേരളത്തിൽ എത്തിയ ആളാണ്. കേരളത്തിൽ എത്തിയതിന് ശേഷമാണല്ലോ പിന്നെ ഈ പറഞ്ഞ ഈ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ അന്നത്തെ സമര പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതേ സമയത്ത് ജീവിച്ചിരുന്ന ആളാണ് പിന്നെ നമ്മുടെ ഉമർ ഖാലി. ഉമർ ഖാലി ഒക്കെ ആ കാലഘട്ടത്തിലാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉമർ ഖാലിയൊക്കെ അന്നും ആദ്യത്തെ നികുതി നിഷേധ പ്രസ്ഥാനമൊക്കെ ആരംഭിക്കുന്നത് ഉമർ ഖാലിയാണല്ലോ. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ ഉമർ ഖാലി. അപ്പൊ ഈ തങ്ങാല് ആ പൂർണ്ണമായിട്ടും യഥാർത്ഥത്തിൽ അവരുടെ ഈ ഇവിടുന്ന് ആ ഫാമിലിയെ തന്നെ നാട് കടത്തപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ അതിന്റെ തവഴിയിൽ വരുന്ന ചില ആളുകൾ, അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരാള് ഈ തങ്ങളുടെ പുതിയ പരമ്പരയിൽപ്പെട്ട ഒരാള് പിന്നെ അന്നത്തെ ഇല്ലങ്ങളും നായർ തറവാടുകളും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് ഈ മമ്പുറം തങ്ങൾ പരമ്പരയിൽപ്പെട്ട ഒരു തങ്ങളായിരുന്നു. അദ്ദേഹമാണ് തിരുവരങ്ങാടി പള്ളിയൊക്കെ ഡിസൈൻ ചെയ്തത്. ആ, അത് മാത്രമല്ല അന്നത്തെ പ്രധാനപ്പെട്ട ഇല്ലങ്ങൾ ഡിസൈൻ ചെയ്തതും പുള്ളിയാണ്. പല വലിയ വലിയ ഭവനങ്ങൾ, അദ്ദേഹം ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു. ഈ പറഞ്ഞ ആർക്കിടെക്റ്റ് ആയിരുന്നു. പിന്നെ വളരെ എന്താണ് ടെക്നോളജിയിലും എല്ലാം വളരെ നല്ല ഒരു, അദ്ദേഹത്തിന്റെ പേരെന്തോ അബ്ദുള്ള ജിഫിരി എന്നോ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര്. 1900 ആദ്യം മരിച്ചതാണ്. അത് ഈ ജിഫ്രി തങ്ങളുടെ ഈ പറഞ്ഞ പരമ്പരയിലെ അവസാനത്തെ ഒരാളായിട്ടാണ്. അപ്പൊ ആ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അന്ന് തന്നെ സർവ മേഖലകളിലും ഇവര് അവരുടെ പാണ്ഡിത്യം കൊണ്ടും അറിവ് കൊണ്ടും അനുഭവജ്ഞാനം കൊണ്ടും ഇവരെല്ലാം കാര്യമായിട്ട് വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഈ ജിഫ്രി തങ്ങൾ പരമ്പരയിൽപ്പെട്ട ആളുകൾ. അതിൽ തന്നെ ചേർക്കാൻ പറ്റുന്ന അതിൽ തന്നെ ഉള്ളതാണ് മമ്പുറം തങ്ങന്മാർ. ഇനി നമ്മൾ ഈ പിന്നെ ഉള്ളത് നമുക്ക് അറിയാവുന്ന ഒരു തങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യമനി പാരമ്പര്യം പറയാവുന്നതാണ് ബാഫക്കി തങ്ങൾ. ഈ ബാഫക്കി തങ്ങൾ എന്ന് പറഞ്ഞാല് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ.